സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ CPI-യിൽ കലഹം. നാട്ടികയിൽ രണ്ടാമതും അവസരം നൽകാത്തതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് CC മുകുന്ദൻ MLA രംഗത്തെത്തി. ഗീതാഗോപിക്ക് സീറ്റ് നൽകുന്നത് പേയ്മെന്റ് സീറ്റാണെന്ന് സംശയമുണ്ടെന്നും പാർട്ടിയിൽ പണത്തിനാണ് ഇപ്പോൾ സ്വാധീനമെന്നും CC മുകുന്ദൻ ആരോപിച്ചു. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. CC മുകുന്ദനുമായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ സംസാരിച്ചു. ഇങ്ങനെ എടുത്തൊരു തീരുമാനം എന്നെ സംബന്ധിച്ചോളം വളരെ വേദനിപ്പിക്കുന്ന അനുഭവമാണ്. അതൊരു നിലയ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു സീറ്റിലേക്ക് ഇങ്ങനെ വന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ മത്സരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയെ കുറിച്ച് ദോഷം ഉണ്ടായപ്പോഴാണ് എന്നെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് പ്രത്യേകത എന്താണെന്നോ എന്താണ് എൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകുന്നത്. എന്നിരുന്നാലും എന്തൊക്കെയോ അതിൻ്റെ അകത്തുണ്ട്. സാമ്പത്തികമായ എന്തെങ്കിലും ഘടകം ഇതിനുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പച്ചലോട് പറഞ്ഞ എങ്ങനെയാണ് സാധാരണ നമ്മുടെ കോളത്തിലൊക്കെ ചൂണ്ടായിട്ട് മീൻ പിടിക്കാറുണ്ട് കടലിൽ പോകുമ്പോൾ. അപ്പോൾ ആ ചൂണ്ടിട്ട് കൊടുക്കുന്ന വിട്ട് പിടിക്കുന്നതിലും വളരെ വിദഗ്ധന് ഈ പറഞ്ഞ കക്ഷി. അതേ നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലുമായി പേയ്മെന്റ് സീറ്റാണെന്നാണോ പറഞ്ഞു വരുന്നത്? ആരാ? എൻ്റെയോ? അല്ല, ഗീതയുടെ. അതാ ചിലവരുടെ താല്പര്യം. ഞാൻ അത്ര പറഞ്ഞോളൂ. ഇതിൻ്റെ വരെ കുഴപ്പമുണ്ടായിരുന്ന ആൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ അത് എടുത്തു എന്ന് പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സാമ്പത്തിക ഇടപാട് ഗീതയുടെ സീറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏത് തർക്കമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമല്ലോ. താങ്കൾ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി മത്സരത്തിന് രംഗത്ത് ഉണ്ടാകുമോ? താങ്കൾ കോൺഗ്രസോ BJP സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ പലരും സഞ്ചെങ്കിലും അവരോട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം. ഏത് തർക്കമില്ല. എൻ്റെ പാർട്ടി പറഞ്ഞതനുസരിച്ച് കൃത്യനിഷേധം ഇല്ലെങ്കിൽ ഒരു പ്രതിഷേധം എൻ്റെ മനസ്സിൽ നിന്ന് വരും. ആ പ്രതിഷേധത്തിൽ അപ്പോൾ എന്നോട് ചോദിച്ചു മത്സരിക്കും. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു പ്രതിഷേധം. അപ്പോൾ പറഞ്ഞ വോട്ട് എവിടെ നിന്നൊക്കെ ജയിക്കുമെന്ന് നിങ്ങൾ വേണ്ട. എൻ്റെ വീട്ടിൽ 6 വോട്ടുണ്ട്. ആ വോട്ടേക്ക് കിട്ടും. താങ്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും? സീറ്റില്ലെങ്കിൽ എന്നല്ല, എന്നെ അവിടെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കും. നടരാജ് പരശുറാം വിവരങ്ങളുമായി ചേരുന്നു. നടരാജ്, മുകുന്ദനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് കാരണം CPI? മറ്റൊരു കാര്യം, ഗീതാഗോപി മുൻപ് അവിടെ MLA ആയിരുന്ന ആളാണല്ലോ. ഇത് പേയ്മെന്റ് സീറ്റാണെന്ന് എന്ത് കാരണത്താലാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്? ജിംസ്, CPI-യിലെ ചേരിപ്പോര് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാട്ടിക MLA CC മുകുന്ദന് ഇത്തവണ നേതൃത്വം സ്വീറ്റ് നിശ്ചയിച്ചതോടുകൂടിയാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മീഡിയ വണ്ണിലൂടെ പ്രഖ്യാപിച്ചത്. തനിക്ക് മണ്ഡലത്തിൽ പിന്തുണയുണ്ട്, താൻ ജനകീയനായ ഒരു MLA ആണ്, ഇതെല്ലാം അറിയാമായിരുന്നും പാർട്ടി എന്തുകൊണ്ടാണ് തന്നെ ഒഴിവാക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഗുരുതരമായ ആരോപണം പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നു നമ്മൾ കണ്ടു. മുൻ MLA ആയിരുന്ന ഗീതാഗോപിയെ അവർക്കെതിരായ ചില ആക്ഷേപങ്ങളും മറ്റും അഭിപ്രായ വ്യത്യാസങ്ങളും പാർട്ടിയിൽ വന്നപ്പോഴാണ് ഗീതാഗോപിയെ മാറ്റി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. താൻ ജയിക്കുകയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ രണ്ടാമതൊരു അവസരം തനിക്ക് നൽകാൻ എല്ലാ കാരണങ്ങളും ഉള്ളപ്പോൾ തന്നെ ഒഴിവാക്കി വീണ്ടും ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഇത് പേയ്മെന്റ് സീറ്റാണെന്ന് സംശയിക്കുന്നു എന്ന ഗുരുതര ആരോപണവും CC മുകുന്ദൻ MLA പറയുന്നു. താൻ പണം പിരിക്കുന്ന ആളല്ല, തനിക്ക് പാർട്ടിക്ക് വേണ്ടി പണം സമ്പാദിച്ചു നൽകാൻ കഴിയില്ല, ഇവർക്ക് അതൊക്കെ കഴിയുമായിരിക്കും, അത് തന്നെ ആവാം ഇതിന് കാരണമെന്നും അദ്ദേഹം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതര ആരോപണമാണ് സിറ്റിംഗ് MLA നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തന്നെ കോൺഗ്രസ് സമീപിച്ചിട്ടുണ്ട്, തന്നെ BJP സമീപിച്ചിട്ടുണ്ട്, തന്നെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ മണ്ഡലത്തിലുണ്ട്. താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ജയിച്ച് MLA ആവാനോ സ്ഥാനത്തിനോ പദവിക്കോ വേണ്ടിയിട്ടല്ല, പകരം തൻ്റെ പ്രതിഷേധം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണെന്നും മുകുന്ദൻ പറയുന്നുണ്ട്. വീട്ടിൽ നിന്നും കിട്ടുന്ന 6 വോട്ട് മാത്രമാണെങ്കിലും തനിക്കത് മതിയാകും എന്ന് CC മുകുന്ദൻ പറയുന്നു. ഇതിലേക്കൊക്കെ നയിച്ചത് നേതൃത്വവുമായുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ കലഹമാണെന്ന് പറയാം. നേരത്തെ തൻ്റെ സ്റ്റാഫിലെ PA ആയിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒപ്പുകൾ മാറിയിട്ട് ചില രേഖയിൽ ഇടപാടുകൾ നടത്തിയത് വലിയ വിവാദമായിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് കേസുണ്ട്, നിയമസഭയിൽ നിന്നും ഇക്കാര്യത്തിൽ നടപടികളൊക്കെ തന്നെ ഉണ്ടായതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടും മറ്റും നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു CC മുകുന്ദൻ. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിച്ചത്. പിന്നീട് പാർട്ടിയെ പല ഘട്ടത്തിലും അദ്ദേഹം പരസ്യമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴൊക്കെ തന്നെ നേതൃത്വം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഒടുവിൽ തൻ്റെ സമ്മേളനത്തിൽ നിന്നും പാർട്ടി സമ്മേളനത്തിൽ നിന്നും ജില്ലാ സമ്മേളനത്തിൽ നിന്നും CC മുകുന്ദൻ ഇറങ്ങിപ്പോകുന്നതുവരെ കാര്യങ്ങളെത്തി. അദ്ദേഹത്തിനെതിരെ നടപടിയും ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാനൊരു അവസരം വരുന്ന സമയത്തിൽ വലിയ കാരണങ്ങളൊന്നും തന്നെ വ്യക്തമാക്കാതെ മുമ്പ് 2 തവണ മത്സരിച്ച് ജയിച്ചിരുന്ന ഗീതാഗോപിയെ വീണ്ടും മണ്ഡലത്തിലേക്ക് CPI കൊണ്ടുവരുന്നത്. എന്തായാലും അവസരം നോക്കി നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഈ അവസരം ഉപയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ്. താൻ ആരുടെ പിന്തുണ സ്വീകരിക്കാനും തയ്യാറാണെന്നും പ്രതിഷേധം വ്യക്തമാക്കാൻ മത്സരിക്കുമെന്നും അദ്ദേഹം പറയുമ്പോൾ CPI-യിലെ വലിയ പൊട്ടിത്തെറിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വരുന്നതെന്നും പറയാം. എന്തായാലും വരും ദിവസങ്ങളിൽ ആരെല്ലാമാണ്
മുകുന്ദനെ പിന്തുണച്ച് രംഗത്തെത്തുക, അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ തന്നെ ഒരു വിഭാഗം CPI പ്രവർത്തകർ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഗീതാഗോപിയെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. ഗീതാഗോപിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ CPI ഒരു വിഭാഗം പ്രവർത്തകർ മുകുന്ദനൊപ്പം പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന സാധ്യത നമുക്ക് തള്ളാൻ കഴിയില്ല. CPIM ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും നാട്ടിക മണ്ഡലം വലിയ ചർച്ചയാവുമെന്ന കാര്യം ഉറപ്പാണ്. നടരാജ്, ഈ CC മുകുന്ദൻ മുമ്പേ പാർട്ടിയുമായി കലഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണോ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുന്നത്? ഈ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിശദീകരണം പാർട്ടി നൽകിയിട്ടില്ല. സംസ്ഥാന സെക്രട്ടറിയോ അതല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ള. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം നിരന്തരം പാർട്ടിയോട് ഇദ്ദേഹം പോരാടുന്ന ഒരു സ്ഥിതി കുറേ കാലമായി നാട്ടിക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നവരെ വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ് CC മുകുന്ദൻ. ജനകീയനാണ്. പണം പിരിവിനോ മറ്റു പരിപാടികൾക്കോ ഒന്നും തന്നെ അദ്ദേഹത്തിന് അധികം സജീവമാവുന്ന വ്യക്തിയല്ല. ആരുടെയും പ്രത്യേകിച്ചൊരു കരുണ തേടുകയോ സഹായം തേടുക ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ച് മീഡിയ വൺ മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചോർന്നൊലിക്കുന്നൊരു വീട്ടിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുമ്പോൾ പാത്രങ്ങൾ വെച്ച് വെള്ളം ശേഖരിക്കുന്നതും ചെറിയൊരു വീടും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട കടം സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ MLA വിതുമ്പുന്നു എന്നൊക്കെ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. ഇത്രയധികം തീരെ സാമ്പത്തിക ലാഭമില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് CC മുകുന്ദൻ. അദ്ദേഹം ഈ പല വിഷയങ്ങളിലും നേതൃത്വമായി അടഞ്ഞിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പ്രത്യേകിച്ചും പാർട്ടിക്ക് താല്പര്യമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കൂടി ഉണ്ടായിരുന്നു, PA കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം MLA യുടെ അനുവാദമില്ലാതെ പല സ്ഥലങ്ങളിലും ഒപ്പിട്ട് പല ഇടപാടുകൾ നടത്തിയെന്ന് പിന്നീട് പാർട്ടിയും കണ്ടെത്തുന്നു. പക്ഷേ പരാതിയുമായി പോലീസിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം പാർട്ടിയിൽ നിന്നുണ്ടായപ്പോൾ CC മുകുന്ദൻ പോലീസിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് CPIക്ക് വളരെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പാർട്ടി പറഞ്ഞിട്ടും അദ്ദേഹം തന്റെ പരാതിയുമായി മുന്നോട്ട് ഞാൻ വരാം.